നമ്മൾ ഓരോരുത്തരും വഴിതെറ്റിപ്പോയ ദൈവങ്ങളാണെന്ന് പറഞ്ഞാൽ എങ്ങനെയുണ്ടാകും? ഒരു നിമിഷം അതൊന്ന് ആലോചിച്ചു നോക്കൂ. നമ്മൾ നമ്മുടെ ഉള്ളിലുള്ള ആ ദൈവികമായ ശക്തിയെല്ലാം മറന്നുപോയിരിക്കുന്നു. അപ്പോ ഇന്നത്തെ നമ്മുടെ വിഷയം വളരെ ശക്തമായൊരു ആശയമാണ്: മനുഷ്യൻ ഒരു വഴിപിഴച്ച ദൈവം. അതെ, ഈയൊരു ചോദ്യം നമുക്ക് നമ്മളോട് തന്നെ ചോദിക്കാം. നിങ്ങൾ സ്വന്തം ശക്തിയും യഥാർത്ഥത്തിൽ നിങ്ങൾ ആരാണെന്നും മറന്ന് ഈ ലോകത്തിങ്ങനെ അലഞ്ഞു തിരിയുന്ന ഒരു ദൈവമാണെങ്കിലോ? ഇതൊരു വെറും ചോദ്യമല്ല കേട്ടോ, ഇത് നമ്മളെ തന്നെ കണ്ടെത്താനുള്ള ഒരു യാത്രയിലേക്കുള്ള ക്ഷണമാണ്. അപ്പോ നമ്മുടെ ഉള്ളിലെ ഈ ദൈവികതയെ വീണ്ടെടുക്കാനും ശരിക്കും മനസ്സിലാക്കാനുമുള്ള 6 പടികളിലൂടെയാണ് നമ്മളിന്ന് പോകുന്നത്. ആദ്യം ആരാധനയെക്കുറിച്ച്, പിന്നെ ദൈവം അസുരൻ എന്നതിനെക്കുറിച്ച്, ദാനം, കാഴ്ചപ്പാട്, നമ്മുടെ ഏറ്റവും വലിയ സമ്പത്ത്, അവസാനം എങ്ങനെ ഭയമില്ലാതാവാം. നമുക്ക് ഈ ഉണർവിന്റെ യാത്ര ഒരുമിച്ച് തുടങ്ങാം. ശരി, അപ്പോൾ നമുക്ക് ആദ്യത്തെ പടിയിലേക്ക് കടക്കാം. ആരാധന. പക്ഷെ ആർക്കുള്ള ആരാധന? നമ്മൾ സാധാരണ പുറത്തുള്ള ദൈവങ്ങളെയല്ലേ ആരാധിക്കാറ്. എന്നാൽ യഥാർത്ഥ ആരാധന തുടങ്ങേണ്ടത് നമ്മുടെ ഉള്ളിൽ നിന്നാണ്. നമ്മൾ ആരാധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ദൈവം ശരിക്കും പറഞ്ഞാൽ പുറത്തല്ല, നമ്മുടെ ഉള്ളിൽ തന്നെയാണ്. അതിനെയാണ് നമ്മൾ ആത്മദേവൻ എന്ന് വിളിക്കുന്നത്. അതായത് നമ്മുടെ ഉള്ളിലുള്ള ആ ദൈവികമായ കഴിവ്, അതിനെ തിരിച്ചറിഞ്ഞ് അതിനെ മെച്ചപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നതിലാണ് യഥാർത്ഥ ആരാധനയുടെ ആ രഹസ്യം ഒളിഞ്ഞിരിക്കുന്നത്. നമ്മൾ അമ്പലങ്ങളിലും പള്ളികളിലുമൊക്കെ പോയി ആരാധിക്കാറുണ്ടല്ലോ അല്ലേ? അതൊന്നും തെറ്റാണെന്നല്ല പറയുന്നത്. പക്ഷേ ഏറ്റവും വലിയ ആത്മീയമായ പ്രവർത്തനം എന്ന് പറയുന്നത് നമ്മളെ തന്നെ നിയന്ത്രിക്കുന്നതാണ്. നമ്മുടെ ഉള്ളിലെ ആ ദൈവികതയെ വളർത്തിയെടുക്കുന്നതാണ്. അതാണ് ഏറ്റവും വലിയ സാധന, അല്ലെങ്കിൽ ആത്മീയമായ പരിശീലനം. ശരി, അപ്പോൾ അടുത്ത ചോദ്യം: എന്താണ് ഒരാളെ ദൈവമാക്കുന്നത് അല്ലെങ്കിൽ അസുരനാക്കുന്നത്? നമുക്ക് നോക്കാം. ഇത് രൂപത്തെക്കുറിച്ചുള്ള കാര്യമല്ല, മറിച്ച് സ്വഭാവത്തെക്കുറിച്ചാണ്. നോക്കൂ, അസുരൻ എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ വരുന്നത് കൊമ്പൊക്കെയുള്ളൊരു രൂപമായിരിക്കും. ദൈവമെന്ന് പറയുമ്പോൾ ഒരു പ്രഭാവലയവും. പക്ഷെ അതൊന്നുമല്ല കാര്യം. അവരുടെ ഉള്ളിലെ സ്വഭാവവും അവർ ചെയ്യുന്ന പ്രവൃത്തികളുമാണ് പ്രധാനം. മറ്റുള്ളവരെ ചൂഷണം ചെയ്യുന്ന, മനസ്സിൽ മുഴുവൻ ഇരുണ്ട ചിന്തകളുള്ള ഒരാൾ അസുരനാണ്. എന്നാൽ നിസ്വാർത്ഥമായി മറ്റുള്ളവരെ സഹായിക്കുന്ന നല്ലൊരു കാഴ്ചപ്പാടുള്ള ഒരാൾ ദൈവവുമാണ്. സിമ്പിൾ. അപ്പോഴൊരു ദൈവീക സ്വഭാവത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട അടയാളം എന്തായിരിക്കും? വളരെ ലളിതമാണ്. അത് നൽകാനുള്ള മനസ്സാണ്, ദാനം ചെയ്യാനുള്ള ഒരു പ്രവണത. ഈ നിസ്വാർത്ഥമായ ദാനത്തിന് ഏറ്റവും നല്ലൊരു ഉദാഹരണമാണ് ഹസാരി കിസാന്റെ കഥ. അദ്ദേഹം തന്റെ കഠിനാധ്വാനം ഒന്നുകൊണ്ട് മാത്രം ആയിരക്കണക്കിന് പൂന്തോട്ടങ്ങൾ നട്ടുപിടിപ്പിച്ചു. എന്തിനാണെന്നോ? ഒരു പ്രതിഫലവും ആഗ്രഹിക്കാതെ തന്റെ ആ അധ്വാനം മുഴുവൻ ലോകത്തിന് ഒരു സമ്മാനമായി നൽകി. അപ്പോൾ നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും, എൻ്റെ കയ്യിൽ പണമൊന്നുമില്ലല്ലോ കൊടുക്കാനെന്ന്. പക്ഷേ അതല്ല കാര്യം. കൊടുക്കാൻ പണം തന്നെ വേണമെന്നില്ല. നമുക്കെല്ലാവർക്കും വിലപ്പെട്ട എന്തെങ്കിലും നൽകാനുണ്ട്. നമ്മുടെ അധ്വാനം കൊടുക്കാം, സമയം കൊടുക്കാം, നമ്മുടെ അറിവ് പങ്കുവെക്കാം. എന്തിനേറെ, ഒരു നല്ല വാക്ക് പറയുന്നത് പോലും വലിയൊരു ദാനമാണ്. ഓക്കെ, ഈ നൽകാനുള്ള മനോഭാവം നമ്മളെ അടുത്ത ഒരു വലിയ തിരിച്ചറിവിലേക്ക് കൊണ്ടുവരും. എന്താണെന്നോ? നമ്മൾ ലോകത്തെ മാറ്റാനൊന്നും പോകേണ്ടതില്ല. അതിനെ കാണുന്ന നമ്മുടെ രീതിയൊന്ന് മാറ്റിയാൽ മതി. അതാണ് ദൃഷ്ടികോൺ, അല്ലെങ്കിൽ നമ്മുടെ കാഴ്ചപ്പാട്. ഇതാണ് നമ്മുടെ എല്ലാ അനുഭവങ്ങളെയും രൂപപ്പെടുത്തുന്നത്. ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഓരോരുത്തരും ലോകത്തെ കാണാൻ ഓരോ കണ്ണട വെച്ചിട്ടുണ്ട്. ആ കണ്ണടയാണ് നമ്മുടെ കാഴ്ചപ്പാട്. ഈ പച്ചക്കണ്ണടയുടെ ഉദാഹരണം നോക്കൂ. നിങ്ങളൊരു പച്ചക്കണ്ണട വെച്ചാൽ പിന്നെ കാണുന്നതെല്ലാം സൂര്യനും ചന്ദ്രനും റോഡുമെല്ലാം പച്ചയായിരിക്കും, അല്ലേ? അതുപോലെയാണ് നമ്മുടെ ഉള്ളിലെ കാഴ്ചപ്പാടാണ് നമ്മുടെ പുറത്തുള്ള ലോകത്തിന് നിറം കൊടുക്കുന്നത്. അപ്പോൾ ലോകം മുഴുവൻ ഒരു പ്രശ്നമാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഒരുപക്ഷേ നമ്മൾ വെച്ചിരിക്കുന്ന ആ കണ്ണടയുടെ നിറം ഒന്ന് മാറ്റേണ്ടി വരും. അതെ, ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട പ്രധാന കാര്യം ഇതാണ്: നമ്മുടെ നോട്ടം മാറുമ്പോഴേ നമ്മൾ കാണുന്ന കാഴ്ചകളും മാറുകയുള്ളൂ. നിങ്ങളുടെ ലോകത്തെ മാറ്റാനുള്ള താക്കോല് നിങ്ങളുടെ കയ്യിൽ തന്നെയുണ്ട്. അത് നിങ്ങളുടെ കാഴ്ചപ്പാടാണ്. ശരി, അപ്പോൾ ഈ കാഴ്ചപ്പാട് മാറ്റുന്നത് നമ്മളെ എങ്ങനെയാണ് സമ്പന്നരാക്കുന്നത്? വെറും പണം കൊണ്ടുള്ള സമ്പത്താണോ? അല്ല. ഇത് നമ്മളെ സമ്പത്തിനെയും സന്തോഷത്തെയും കുറിച്ചുള്ള ഒരു വലിയ സത്യത്തിലേക്കാണ് കൊണ്ടുപോകുന്നത്. നോക്കൂ, നമ്മുടെ മനസ്സ് വളരെ ഇടുങ്ങിയതാണെങ്കിൽ ഇതെന്റെയാണ്, അത് നിന്റെയാണ് എന്ന് മാത്രം ചിന്തിച്ചാൽ നമ്മളെപ്പോഴും ദാരിദ്ര്യത്തിലായിരിക്കും. നമുക്കെപ്പോഴും എന്തോ ഇല്ല എന്നൊരു തോന്നലുണ്ടാകും. എന്നാൽ എപ്പോഴാണോ നമ്മുടെ മനസ്സ് വലുതാകുന്നത്, ഈ ലോകത്തുള്ളതെല്ലാം നമ്മുടേതാണെന്ന് തോന്നുന്നത്, അപ്പോൾ നമ്മൾ ഈ ലോകത്തിന്റെ ചക്രവർത്തിയായി മാറും. അതാണ് യഥാർത്ഥ സമൃദ്ധി. അപ്പോൾ എന്താണ് നിങ്ങളുടെ യഥാർത്ഥ ബാങ്ക് ബാലൻസ്? അത് ബാങ്കിലുള്ള പണമല്ല. ഈ ലോകത്തിലെ എല്ലാത്തിനോടും എല്ലാ ജീവജാലങ്ങളോടും നമുക്കുള്ള ആ ഒരു സ്നേഹമല്ലേ? എല്ലാം ഒന്നാണെന്ന ആ തോന്നൽ, അതാണ് നമ്മുടെ ഏറ്റവും വലിയ ബാങ്ക് ബാലൻസ്. ശരി, ഇപ്പോൾ നമ്മൾ
ഈ യാത്രയുടെ അവസാന പടിയിലേക്ക് എത്തിയിരിക്കുകയാണ്. ശത്രുക്കളില്ലാത്തൊരവസ്ഥ, അതുകൊണ്ട് തന്നെ ഭയവുമില്ലാത്തൊരവസ്ഥ. അജാതശത്രു എന്ന വാക്ക് കേട്ടിട്ടുണ്ടോ? അതിന്റെ അർത്ഥമെന്താണെന്നറിയാമോ? ശത്രുക്കളെ തോൽപ്പിച്ചവനല്ല അജാതശത്രു, മറിച്ച് ആരുടെ ഉള്ളിലാണോ ശത്രുതയില്ലാത്തത് അവനാണ് യഥാർത്ഥ അജാതശത്രു. ഇത് നമുക്ക് പുറത്തുനിന്നുള്ള ആക്രമണങ്ങളിൽ നിന്നെല്ലാം സംരക്ഷണം നൽകുന്ന ഒരു ആന്തരിക സമാധാനമാണ്. ഇതിന്റെ എല്ലാം രഹസ്യം ഈ ഒരു വാചകത്തിലുണ്ട്. നമ്മുടെ ഉള്ളിൽ ആരോടും ശത്രുതയില്ലെങ്കിൽ പുറത്തും നമുക്കൊരു ശത്രു ഉണ്ടാകില്ല. കാരണം പുറത്തുള്ള ലോകം നമ്മുടെ ഉള്ളിന്റെ ഒരു പ്രതിഫലനം മാത്രമാണ്. അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം കേട്ടുകഴിഞ്ഞപ്പോൾ ഈയൊരു ചോദ്യം ഞാൻ നിങ്ങൾക്ക് ഓരോരുത്തർക്കുമായി വിട്ടുതരികയാണ്. ഇന്ന് നമ്മൾ സംസാരിച്ച കാര്യങ്ങളുടെ വെളിച്ചത്തിൽ നിങ്ങളുടെ ഉള്ളിലെ ആ വഴിപിഴച്ച ദൈവത്തെ ഉണർത്താൻ നിങ്ങൾ ഇന്ന് എടുക്കാൻ പോകുന്ന ആദ്യത്തെ ചെറിയ ചുവട് എന്തായിരിക്കും? ഒന്ന് ആലോചിച്ചു നോക്കൂ.